ഹലോ. ചില സമയത്ത് നമ്മുടെ ദേഷ്യം കാരണം പല റിലേഷൻഷിപ്പും ബ്രേക്ക് ആയിട്ടുണ്ടായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ പ്രതികരിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ആ റിലേഷൻ കണ്ടേനെന്ന് തോന്നിയിട്ടുണ്ടോ? എന്റെയും ദേഷ്യം കാരണം പല റിലേഷൻഷിപ്പും പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ സമയത്ത് അങ്ങനെ പ്രതികരിക്കേണ്ടെന്ന് തോന്നിയിട്ടുമുണ്ട്. അപ്പൊ അതേപോലെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണാം. അപ്പോൾ ഞാനൊരു പുസ്തകം വായിച്ചു, അതിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു കാര്യം നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ദേഷ്യം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ കേട്ടോ. ഒന്ന് പർപ്പസ്ഫുൾ ആങ്കറും ഒന്ന് പർപ്പസ്ലെസ് ആങ്കറും. നമുക്ക് പർപ്പസ്ഫുൾ ആങ്കർ കുഴപ്പമൊന്നുമില്ല, അത് ആവശ്യമാണ് കേട്ടോ. പർപ്പസ്ലെസ് ആങ്കർ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ എവിടെയാണ് ദേഷ്യപ്പെടുന്നത്, ഏത് സിറ്റുവേഷനിലാണ്, ആരോടാണ് ദേഷ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ദേഷ്യപ്പെടാൻ ഉണ്ടായ സാഹചര്യം എങ്ങനെയാണ്, ആ ദേഷ്യപ്പെട്ടപ്പോൾ നമ്മൾ എങ്ങനെയാണ് സംസാരിച്ചത്, എന്താണ് സംസാരിച്ചത്, അതേപോലെ തന്നെ മറ്റുള്ളവർക്കുണ്ടായ ആ ഒരു ഫീലിംഗ് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ അതൊക്കെ എന്താണ് എന്നൊരു നോട്ട് ബുക്കിൽ അത് എഴുതി വയ്ക്കുക. നമ്മൾ ദേഷ്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് തന്നെയാണ്. എല്ലാ ദിവസവും ഇത് ഡയറിയിൽ എഴുതി വെച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഓരോ ദിവസം എത്ര വട്ടം ദേഷ്യപ്പെടുന്നോ അതെല്ലാം നമ്മൾ ഒരു ഡയറി എടുത്ത് നോട്ട് ചെയ്യുക. ഓരോ ദേഷ്യ കാരണം എഴുതിയതിന് ശേഷം 2 ലൈൻ വിട്ടിട്ട് അടുത്ത ദേഷ്യം എപ്പോഴാണോ പെട്ട് അതും എഴുതി വെക്കുക. അപ്പം ദിവസം ഒരു 5 തവണ നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി അത് എടുത്തിട്ട് ഒന്ന് വായിക്കുമ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതൊക്കെ സമാധാനത്തോടെ വേണം വായിക്കാൻ. എന്നിട്ട് നിങ്ങൾ തന്നെ അതിനെ ക്ലാസിഫൈ ചെയ്യണം, ഇതൊരു യൂസ്ഫുൾ ആങ്കർ ആയിരുന്നോ അല്ലെങ്കിൽ യൂസ്ലെസ് ആങ്കർ ആണോ എന്ന്. നമ്മൾ എഴുതി വെച്ചേക്കുന്നതിലൊരു 90% നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴത്തേന് അത് യൂസ്ലെസ് ആങ്കർ തന്നെ ആയിരിക്കും കേട്ടോ. നമ്മൾ 2 ലൈൻ വിടാൻ പറഞ്ഞില്ലേ, അവിടെ നിങ്ങൾ വായിച്ച് കഴിഞ്ഞിട്ട് അത് യൂസ്ഫുൾ ആണെങ്കിൽ യൂസ്ഫുൾ ആങ്കർ എന്ന് എഴുതി വയ്ക്കുക, യൂസ്ലെസ് ആണെങ്കിൽ യൂസ്ലെസ് ആങ്കർ എന്ന് തന്നെ എഴുതി വയ്ക്കുക കേട്ടോ. എന്നിട്ട് ആ ലൈനിൻ്റെ അവിടെ, യൂസ്ലെസ് ആങ്കറിൻ്റെ അവിടെ ഒരു റെഡ് ഇങ്ക് എടുത്തിട്ട് എഴുതി വയ്ക്കുക. ഈ ആങ്കർ അല്ലെങ്കിൽ നമ്മൾ ആ ദേഷ്യപ്പെടുന്നതിന് പകരം നമുക്ക് അവിടെ എങ്ങനെ പ്രതികരിക്കാമായിരുന്നു നമ്മൾ റെഡ് ഇങ്ക് വെച്ചിട്ട് അതൊന്ന് എഴുതി വയ്ക്കുക. 1 മാസം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ആ റെഡ് ഇങ്കിൽ എഴുതിയത് മാത്രം പോരാ, അടുത്ത വട്ടം നമുക്ക് ഇങ്ങനൊരു സാഹചര്യത്തിൽ ദേഷ്യം വരുമ്പോഴത്തേന് ആ മെത്തേഡ്, ആ ഓൾട്ടർനേറ്റീവ് മെത്തേഡില്ലേ, അത് തന്നെ ഉപയോഗിച്ച് നോക്കുക. ദേഷ്യത്തിന് പകരം അതൊന്ന് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ചിലപ്പം യൂസ്ഫുൾ ആണെന്ന് തോന്നത്തില്ലായിരിക്കും, പക്ഷേ ഇത് നല്ലൊരു മെത്തേഡാണ്, ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ എന്നിട്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ അടുത്ത ടിപ്സ് എഴുതാം. ഒരു 6 Ds to കൺട്രോൾ ആങ്കർ ഉണ്ട്, അപ്പോൾ അതും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.